ആരാണ് ബേബി? ഞാനാണ് സാർ ബേബി. ഇത് എത്ര കൊല്ലമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്? 4 വർഷം കൊണ്ട് കഴിക്കുന്നു. 4 വർഷം കഴിക്കുന്നത്. ഇവിടെ കഴിക്കാനുള്ള കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണ്. അതിനെ കരിയ കാലത്ത് മെയിനായിട്ട് വരുന്നത്. ഭക്ഷണം മാത്രമല്ല, സ്നേഹവും വിളമ്പുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തത്. അങ്ങനെയുള്ള നല്ലൊരു നൈസ് വൈബാണ് ഇവിടെ. ബാക്കി നമ്മളെ ഫുഡിൻ്റെ ആശാനായ ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാഴാലിയിൽ, നെയ്യാറ്റിൻകര മരായമൂട്ടം വാഴാലിയിലെ രാജൻ ചേട്ടൻ്റെയും ബേബി ചെട്ടിയുടെയും തട്ടുകടയിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കാവുണ്ട്, വാഴാലി കാവ്. കാവിന് നേരെ ഓപ്പോസിറ്റാണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ഒരു തട്ടുകടയാണ്. ഞങ്ങൾ ഒരുപാട് നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, ചിലത് ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുകയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കാരണം നാച്ചുറലായിട്ട് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് ഇവരിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വർഷങ്ങളായിട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ രുചി ശരിക്കും നമ്മളെല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. ഞങ്ങൾ ഇത്രയും പേര് ചോദിച്ചു. ഞങ്ങൾ ചിലപ്പം ഞാനും അല്ല മീനും ഇപ്പോൾ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത്, നല്ല സ്വാദാണ്. ചൂടോടെ ചുട്ട കല്ലിൽ നല്ല സ്വാദോടുകൂടി രുചിയോടുകൂടി ഭക്ഷണം മാത്രമല്ല, സ്നേഹവും വിളമ്പുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്കിത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഫാമിലി ആയിട്ടുള്ളവരും ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും എല്ലാവരും ഈ സ്ഥലത്ത് വന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണമെന്നാണ് നമ്മളെ ഒരു ആഗ്രഹം. സോ പ്ലീസ് ട്രൈ ഇറ്റ്. രാവിലെ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുള്ളതല്ലേ? അതെ. അപ്പം വണ്ടി യാത്ര ഒരുപാട് സ്ഥലത്ത് പോകുന്നതല്ലേ? അതെ. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണ് തോന്നിയത്? വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം എല്ലായിടത്തും ഗ്യാസിൻ്റെതും അതെല്ലാം വരണത്. ഇതിപ്പം വിറവ് അടുപ്പാണ്. വിറവ് അടുപ്പിലാണ് സാധനം വയ്ക്കുന്നത്. നല്ല നാടൻ പശു പാലിലാണ് ചായ അടിക്കുന്നത്. അങ്ങനെയുള്ള കുറേ വെറൈറ്റികളുണ്ട്. നല്ല നാട്ടിൻ മുട്ടയാണ് കൂടുതലും ഇവിടെ അടിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ മാത്രമേ സാധാ വെള്ളക്കോയില മുട്ട അങ്ങനെ വരാറുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റികൾ ഉണ്ട്. നമ്മളിപ്പോൾ ആംപ്ലേറ്റ് ഇടുന്ന പൊടിയായാലും പോലും അവർ സ്വന്തമായിട്ട് പൊടിച്ച് ഇടുന്ന പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. അങ്ങനെ കുറേ വ്യത്യസ്തമായി ഉള്ള കാര്യങ്ങളുണ്ട്. ചേട്ടാ, ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ എപ്പോഴും വന്ന് കഴിക്കാറുള്ള സ്ഥലമാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യണത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൈബാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ. നമ്മൾ തിരിഞ്ഞിരുന്ന് കഴിക്കാം, പാലത്ത് ഇരുന്ന് കഴിക്കാം. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല നമ്മുടെ നാടൻ ഫുഡാണ്. നിങ്ങൾ നാട്ടുകാരനാണോ അവിടെ ഇവിടുത്തെ? അതെ അതെ, മരായമൂട്ടം ഹൈസ്കൂൾ ജംഗ്ഷനാണ് എൻ്റെ വീട്. ഇവിടെ കഴിക്കാനുള്ള കാര്യം എന്താണ്? ഇവിടെ മിക്ക
മിക്ക ദിവസവും ഇവിടെ ബന്ധുക്കളെല്ലാം ഉണ്ട്. ഇവിടെ സ്ഥിരം വരുന്നത്, എപ്പോഴും വരുന്നതാണ്. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണം കൊള്ളാം, ഇഷ്ടമാണ്. അതിനെ കരിയ കാലത്ത് മെയിനായിട്ട് വരുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർ നാട്ടുകാരാണോ വരുന്നത്? നാട്ടുകാരും പല ആൾക്കാരും വരുന്നു, ഇഷ്ടം പോലെ വരുന്നു. നാട്ടുകാരനാണ്. എത്ര കാലമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നു? ഞാൻ ഇവിടെ നിന്ന് കട തുടങ്ങിയ മുതലേ ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഇവിടെ കഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺമുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് ഫ്രഷാണ്, വൃത്തിയാണ്, കാണുന്നില്ല, എല്ലാം നമ്മുടെ കൺമുന്നേ തന്നെയാണ്. പിന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ വേറെ കളറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം ഫ്രഷാണ്. വീഡിയോ എടുക്കണം. ഇവിടുത്തെ ആഹാരത്തിനെ കുറിച്ച് ആഹാരം ചേട്ടൻ സ്ഥിരം ഇവിടെ കഴിക്കാറുണ്ടല്ലോ? ഉണ്ട്. എന്താണ് ഇതിനെ ചേട്ടൻ്റെ ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും വൃത്തിയും ഭക്ഷണവും കൊള്ളാം. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ഇവിടെ വന്ന് തന്നെ കാപ്പി കുടിക്കാറുള്ളത്. പിന്നെ ഈ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ലൊക്കേഷൻ മാരായ്മുട്ടൻ വാഴാലിയിലെ വാഴാലി കാവുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ കാവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പേരൊന്നുമില്ല, പക്ഷേ രാജൻ ചേട്ടൻ്റെയും ബേബി ചേച്ചിയുടെയും ഷോപ്പെന്ന് പറഞ്ഞാൽ ആരും നാട്ടുകാരെല്ലാം അറിയാവുന്നുള്ളൊരു ഷോപ്പാണ്. ഓക്കെ, ഇതുപോലത്തെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ആർക്കും അറിഞ്ഞുകൂടാത്ത ഫുഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കൂടെ ചെയ്യുക. ബൈ ബൈ.